From carolus by scented air to Sweden's winter wonderland that dare. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ പ്ലം കേക്കിന് നമുക്കറിയാം ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അതായത് ആപ്രിക്കോട്ട്, ചെറി, ഡേറ്റ്സ്, പിന്നെന്താണ് ക്രാൻബെറി, ബ്ലൂബെറി, സ്ട്രോബെറി, അങ്ങനെ എനിക്ക് കിട്ടിയ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ റമ്മില് സോക്ക് ചെയ്ത് കുറച്ച് കാഡമം പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏലക്കയുടെ പൊടിയും അതുപോലെ തന്നെ സിന്നമണിന്റെ പൊടിയും കൂടെ കുറച്ച് ഇട്ട് ഒരു 2 സ്പൂൺ ഷുഗർ അതും കൂടെ ഇട്ടിട്ട് റമ്മും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും റമ്മ് ഒഴിച്ച് ഞാൻ 1 മാസം സോക്ക് ചെയ്ത് വെച്ചു. 1 മാസമല്ല 1.5 മാസം കേട്ടോ. 1.5 മാസം ഞാൻ സോക്ക് ചെയ്ത് നമ്മുടെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു 15 ദിവസം ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ സോക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഹാഫ് ആൻ അവർ മുൻപായിട്ട് ആ ഗ്ലാസ് കണ്ടെയ്നറിൽ നിന്ന് എനിക്ക് എന്റെ സോക്ക്ഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിൽട്ടർ ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടിയ ആ ഒരു റമ്മും കുറച്ചും കൂടെ ഉണ്ട്. റമ്മിന്റെയും അതുപോലെ ഓറഞ്ച് ജ്യൂസിന്റെയും മിക്സ്, സ്പൈസസിന്റെയും മിക്സ് ആണ് ഇവിടെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് ഡ്രൈഡ് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇത് നീക്കി വെക്കാം, സോക്ക് ചെയ്ത ഡ്രൈഡ് ഫ്രൂട്ട്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മെഷറിംഗ് കപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിരിക്കും. എന്റെ 1 കപ്പ് എന്ന് പറയുന്നത് 100 ml ആണ് കേട്ടോ. 100 ml ആണ് ഇതിലെ 1 കപ്പ് എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്ന മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ 1 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 1 kg കേക്കിന് 125 ഗ്രാംസ്, അതായത് എന്റെ ഈ ഒരു കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടെ 1/4 കപ്പ് 125 ഗ്രാം ഷുഗർ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വാട്ടർ കൂടെ ഒഴിച്ചിട്ട് കാരമലൈസ് ചെയ്യിപ്പിച്ച് എടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഇത് നമ്മുടെ റമ്മും അതുപോലെ ഓറഞ്ച് ജ്യൂസും ആ സ്പൈസസ് ഒക്കെ കൂടെ ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്തതാണ് നമ്മുടെ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്. അതിൽ നിന്ന് ഞാനൊരു 1/2 കപ്പ് ഇതിലോട്ട് മെഷർ ചെയ്ത് ഒഴിക്കാൻ പോവുകയാണേ. ഇതിനി നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് 1/2 കപ്പ്, അതായത് 1 കിലോഗ്രാം കേക്കിന് 1/2 കപ്പ് ഈ ഒരു സിറപ്പ് എന്നുള്ള രീതിയിൽ ആക്കി കൊണ്ടുവരണേ. ഇപ്പൊ ഇത് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നല്ല രീതിക്ക് കട്ടിക്ക് കോൺസെൻട്രേറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്തതായിട്ട് ഞാനൊരു ബേക്കിംഗ് പാൻ, അതിൽ നമ്മുടെ പാർച്ച്മെന്റ് പേപ്പറോ ബേക്കിംഗ് പേപ്പറോ അങ്ങനെ ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ബട്ടറൊക്കെ തടവി അതൊന്ന് വെച്ച് അത് സെറ്റ് ചെയ്ത് മാറ്റിവെക്കണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സോക്ക്ഡ് ഡ്രൈഡ് ഫ്രൂട്ട്സിനെ നമ്മളുടെ മൈദ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കലാണ്. ബിക്കോസ് അത് നമ്മൾ കേക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേനും അത് സെഡിമെൻ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടി, താഴെ പോയി കെടുക്കാതിരിക്കാൻ വേണ്ടി ഈക്വലായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. 1 കിലോഗ്രാം കേക്കിന് 375 ഗ്രാം ഈ സോക്ക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ 375 ഗ്രാംസ് എടുക്കുന്നുണ്ട്. എത്രത്തോളം എടുക്കുന്നോ അത്രയും റിച്ച് ആക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നട്ട്സ്, അതായത് കാഷ്യൂ, ബദാം, വാൾനട്ട്സ് ഇതൊക്കെ മിക്സ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നോ അതനുസരിച്ച് നമ്മുടെ കേക്ക് റിച്ചായി കിട്ടും. ഇതുപോലെ കോട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബദാം, വാൾനട്ട് ആൻഡ് കാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് നല്ല ഫൈനായി ചോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തിട്ട് നീക്കി വെക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. 1 കിലോഗ്രാം കേക്കിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 200 ഗ്രാം ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടർ. നിങ്ങൾക്ക് 200 ഗ്രാം ബട്ടറിന് പകരമായിട്ട് വേണമെങ്കിൽ 200 ml ഓഫ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇത് ഇട്ടിട്ട് ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും. സോ റൂം ടെമ്പറേച്ചറിലുള്ള ഈ ബട്ടറിനെ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്ത് വിസ്ക് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ 125 ഗ്രാം ഷുഗർ ആഡ് ചെയ്യണം. ഇതിപ്പോ എന്റെ 100 ഗ്രാം പ്ലസ് 25, ഓക്കെ, ഒരു 125 ഗ്രാം ഷുഗർ ആഡ് ചെയ്തു. ഇതിനെയും ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സോഫ്റ്റൻ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യില് ഭയങ്കര ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഷുഗർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്തിട്ട് ഈ ബട്ടറിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 1 കിലോ കേക്കിന് 4 eggs ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എഗ് ഒഴിക്കുക, 1 മിനിറ്റ് ബീറ്റ് ചെയ്യുക, ദെൻ സെക്കൻഡ് എഗ് വീണ്ടും 1 മിനിറ്റ്, അങ്ങനെ ലാസ്റ്റ് എഗ് ഒഴിച്ചിട്ട് 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് നല്ല മിക്സ് ആക്കിയിട്ട് എന്താ പറയുക, നമ്മുടെ മിക്സ്ചർ റെഡിയാക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോണത് 1/2 ടീസ്പൂൺ വാനില എസൻസ്, അത് കഴിഞ്ഞ് 1/2 ടീസ്പൂണ് ലൈം ജ്യൂസ്, ഇത്രയും ഞാൻ ആഡ് ചെയ്യാൻ പോവാണേ. ഇനി ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പൈസ് മിക്സ് ആണ്. ഇതില് ജാതിപത്രി, അതുപോലെ തന്നെ ചുക്കില്ലേ, ഡ്രൈഡ് ജിഞ്ചർ, ഏലക്കായ, കറുവപ്പട്ട, ഇത് മൂന്നും കൂടെ ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് പൊടിച്ചത്, അത് 2 ടീസ്പൂണ്. ഓക്കെ, ഞാനിത് മെഷർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ ഞാനിത് ആഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് പ്ലം കേക്കിന്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൊടുക്കുന്ന ആ ഒരു സാധനം. അത് നമ്മൾ ആഡ് ചെയ്തു നന്നായി മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ്, റമ്മും ഓറഞ്ച് ജ്യൂസും ഒക്കെ ആയിട്ട് റെഡ്യൂസ് ചെയ്ത് ഒരു 1/2 കപ്പാക്കി വെച്ചിട്ടില്ലേ, അത് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അടുത്തതായി 200 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡർ കേട്ടോ, 1.5 ടീസ്പൂണ്, എന്നിട്ട് അതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. എയ്തർ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്, അല്ലെങ്കിൽ ഇതൊന്ന് എന്താ പറയുക നന്നായിട്ട് സീവിലൂടെ അരിച്ചെടുക്കാം. ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ, അപ്പം നല്ല ഈക്വലായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കിട്ടും. ഇത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് കട്ട പിടിക്കാതെ എടുക്കണേ. ഒരു എന്താ പറയാ, ഒരു ഡയറക്ഷനിൽ മാത്രം ഫോൾഡ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. നമുക്കിത് വിസ്ക് വെച്ചിട്ടും കട്ട കെട്ടാതെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചും കൂടെ കട്ടിയായി കഴിഞ്ഞാൽ പതുക്കെ വിസ്ക് വെച്ചിട്ട് ചെയ്യും, അതായിരിക്കും ബെറ്റർ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈഡ് സോക്ഡ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിന്റെ മിക്സ് ഞാൻ എന്താ ഇതിലോട്ടങ്ങ് ആഡ് ചെയ്യുവാണേ. കംപ്ലീറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നട്ട്സും നമ്മുടെ ഡ്രൈഡ് ഫ്രൂട്ട്സൊക്കെ ഈ ബാറ്ററിൽ നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇതൊരു കേക്ക് ബേക്ക് ചെയ്യാനുള്ള ബേക്കിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റി നല്ല രീതിക്കൊന്ന് ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഈ മിക്സ്ചർ 10 മിനിറ്റ്സ് 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ടു 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കേക്കൊക്കെ നല്ല ബേക്കായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വൈനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പ്ലം കേക്കും വൈനും ആണല്ലോ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. നമുക്കൊന്ന് മുറിച്ചു നോക്കാം. ഓക്കെ, പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. ആ ഡ്രൈ ഫ്രൂട്ടിന്റെ ഭയങ്കര റിച്ച്നെസ് ഉണ്ട്.
അതിൻ്റെ കൂടെ തന്നെ സ്പൈസസിന്റെ നമ്മളിടുന്ന സ്പൈസസിന്റെ ടേസ്റ്റും ഉണ്ട്. മെരി ക്രിസ്മസ് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അത്ര പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ട്രൈ ചെയ്യണമായിരുന്നെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ട്രൈ ചെയ്യണമായിരുന്നു. കാരണം യു നീഡ് ടു ഇത് ഡിപ്പ് ചെയ്ത് വെക്കണമല്ലോ അല്ല അങ്ങനല്ലേ. സോ എനിവേ എല്ലാവരും പറ്റുന്നത് പോലെ ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതിയായിരിക്കും തോന്നുന്നു. ആൻഡ് മെരി ക്രിസ്മസ്. I'm bridging two worlds apart.